കെ പി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇപ്പോൾ നമ്മുടെ പ്രതിനിധി ഷബീദ് റാവുത്തറുമായി സംസാരിക്കാൻ തയ്യാറായിരിക്കുകയാണ്. അപ്പം നമുക്ക് ഷബീദിലേക്ക്. ഷബീദ്, ഗുഡ് മോർണിംഗ്. എസ് കെ കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ പ്രതിസന്ധി കാലത്ത് അതിന്റെ നേതൃത്വത്തിലേക്ക് വന്ന ആളാണ് സണ്ണി ജോസഫ്. അദ്ദേഹം ഇപ്പോൾ തിളക്കമാർന്നൊരു വിജയം അത് കോൺഗ്രസിന് സംസ്ഥാനത്ത് നേടിക്കൊടുത്തു. പക്ഷേ ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ പ്രത്യേകത നേതൃത്വത്തിന് ഏതാണ്ട് ഒരു വർഷമായിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സണ്ണി വക്കീൽ നമ്മളോടൊപ്പം ചിരിക്കുകയാണ്. വല്ലാത്തൊരു കാലമായിരുന്നു, പക്ഷേ ആ കാലത്തിന്റെ അവസാനം സന്തോഷമാണ്. അതെ, ഈ ഒരു വർഷക്കാലം മത്സരങ്ങളുടെ കാലമാണ്. ഞാൻ കെ പി സി പ്രസിഡന്റായിട്ട് എന്നെ AICC നിയോഗിച്ചത് കഴിഞ്ഞ മെയ് 8 ഇന്നൊരു വർഷം തികയുന്നു. അതിനിടയിലെ പ്രധാനപ്പെട്ട മത്സരങ്ങൾ, ഒന്ന് നിലമ്പൂർ ബൈ ഇലക്ഷൻ, അതിലെ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ വളരെ എല്ലാവരും ചോദിച്ചത് രൂപത്തിൽ നടപ്പിലാക്കാൻ സാധിച്ചു. ഇലക്ഷൻ നന്നായിട്ട് വിജയിക്കാൻ സാധിച്ചു. LDFന്റെ സീറ്റ് തിരികെ പിടിച്ചു. അതേപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കം, അതിൽ വാർഡ് കമ്മിറ്റികളുടെ രൂപീകരണം, ശാക്തീകരണം, ജനസമ്പർക്കം, ഫണ്ട് കളക്ഷൻ, സ്ഥാനാർത്ഥി നിർണയം, സീറ്റ് വിഭജനം, അതുപോലെ വോട്ടർ പട്ടിക വർക്ക്, ഇതെല്ലാം കൃത്യമായിട്ട് നടത്തിയിട്ടാണ് അത് നന്നായിട്ട് വിജയിക്കാൻ സാധിച്ചത്. മിന്നുന്ന വിജയം കരസ്ഥമാക്കാൻ സാധിച്ചു. സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളെ തുറന്നു കാട്ടിക്കൊണ്ട് എല്ലാ ജില്ലകളിലും സമരസംഗമങ്ങൾ നടത്തി. തൊഴിലില്ലായ്മ, വിലക്കയറ്റം, വന്യമൃഗശല്യം, കാർഷിക മേഖലയുടെ തകർച്ച, അതുപോലെ തന്നെ ആശാവർക്കർമാരുടെ സമരം, ഇതെല്ലാം തന്നെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ സാധിച്ചു. സർക്കാരിൻ്റെ നയങ്ങളെ എതിർക്കേണ്ട സമയത്തെല്ലാം എതിർത്തു. ശബരിമല സ്വർണ്ണ കൊള്ളക്കേസ് വന്നപ്പോൾ അതിനെതിരായിട്ട് ആദ്യമേ തന്നെ പത്തനംതിട്ടയിൽ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചു. പിന്നെ കേരളത്തിൻ്റെ 4 മേഖലകളിൽ നിന്ന് 4 പ്രമുഖ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ജാഥകൾ അത് പന്തളത്ത് അവസാനിച്ചു. നല്ല പരിപാടികളായിട്ടൊക്കെ നടത്താൻ സാധിച്ചു. അസംബ്ലി തിരഞ്ഞെടുപ്പിൻ്റെ ഒരു വിഷയം വന്ന SIR ആയിരുന്നു. SIRൽ നല്ല വർക്ക് കോൺഗ്രസും UDF നടത്തി. കുറ്റമറ്റ പട്ടിക ഉണ്ടാക്കുന്നതിൽ പരമാവധി അതിൻ്റെ അകത്ത പരിശ്രമങ്ങൾ വിജയിച്ചു. അതുപോലെ സീറ്റ് വിഭജനം നന്നായിട്ട് നടത്താൻ സാധിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു കാലത്തുമില്ലാത്ത യോജിപ്പുണ്ടായി. എവിടെയും റിബൽ ഉണ്ടായില്ല. നല്ല മത്സരം കാഴ്ചവെച്ചു. നല്ല റിസൾട്ട് വന്നു. അതാണ് നേതൃത്വത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടൽ. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സ്ഥാനാർത്ഥി നിർണയം. അതിനപ്പുറത്തേക്ക് തർക്കങ്ങളില്ലാതെ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തർക്കങ്ങൾ മുൻകാലങ്ങൾ കണ്ടു. അതിലൊക്കെ നേതൃത്വം എങ്ങനെ ഇടപെട്ടത്? ഞങ്ങളെ AICCയുടെ എല്ലാ സഹായവും ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ഘട്ടങ്ങളിലും രാഹുൽജി, ഖാർഗെജി, അവരുടെ എല്ലാം വലിയ സപ്പോർട്ടുണ്ടായിരുന്നു. കേരളത്തിൽ നിന്നുള്ള സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, അതുപോലെ തന്നെ കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി, ഇവരെല്ലാം കേരളത്തിലെ കോൺഗ്രസിൻ്റെയും UDFൻ്റെയും വിജയത്തിന് വേണ്ടി എല്ലാ ഘട്ടങ്ങളിലും ആവശ്യമായ എല്ലാ സഹായങ്ങളും അവർ ചെയ്തുകൊണ്ടിരുന്നു. ഉപദേശ നിർദ്ദേശങ്ങൾ പലവട്ടം ഡൽഹിയിലേക്ക് വിളിപ്പിച്ചും ഇങ്ങോട്ട് വന്നും ഒരുപാട് പരിപാടികളിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തു. ഇലക്ഷനിയറിങ് പ്രചരണത്തിൽ മാത്രമല്ല, അതിൻ്റെ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് പരിപാടികളിലും രാഹുൽ ഗാന്ധി പങ്കെടുത്തു. എല്ലാ പരിപാടികളും വൻ വിജയമായിരുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ UDFലെ നല്ല കോർഡിനേഷൻ ഉണ്ടായി. അസംബ്ലിക്കകത്തും പുറത്തും നന്നായിട്ട് ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു. ഒരു ടീമായിട്ട് വർക്ക് ചെയ്തു. അതിൻ്റെ വിജയമാണ്. KPCCയിലെ മറ്റ് വർക്കിംഗ് പ്രസിഡന്റുമാർ, AICC നേതാക്കന്മാർ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ, ബ്ലോക്ക് കമ്മിറ്റികൾ, മണ്ഡലം കമ്മിറ്റി, ബൂത്ത് തലം മുതലുള്ള എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും പൂർണ്ണമായിട്ടും സഹകരിച്ചു. കഴിയുന്നത്ര യാത്ര ചെയ്ത് എല്ലാ സ്ഥലങ്ങളിലും എത്തിച്ചേരാൻ വേണ്ടി പരമാവധി പരിശ്രമിച്ചു. ഞങ്ങളുടെ ടീം വർക്കായിരുന്നു. ഹാർഡ് വർക്ക്, ടീം വർക്ക്, ഇത് രണ്ടിൻ്റെയും വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിലെ വിജയം. ഈ രണ്ടിടെയും പുറത്തിരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ച് സ്വാഭാവികമായും അധികാരത്തിലേക്ക് ഇത്ര വലിയ സീറ്റോടെ തിരിച്ചു വരുമ്പോൾ അത് നേതൃത്വം ഏതെങ്കിലും തരത്തിൽ, അല്ലെങ്കിൽ നേതൃത്വം സ്വാഭാവികമായും ഇടപെടൽ നടത്താം, നേതൃത്വം ഏതെങ്കിലും തരത്തിൽ കർശനമായ ചില കാര്യങ്ങൾ അക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ല, കർശന നിലപാടിന് പകരം ഞങ്ങൾ സമന്വയത്തിൻ്റെ നിലപാടാണ് എല്ലാ തലങ്ങളിലും സ്വീകരിച്ചിട്ടുള്ളത്. നല്ല ആശയവിനിമയം കഴിയുന്നത്ര നടത്തി, യോഗങ്ങൾ ചേർന്നു, ഇലക്ഷൻ്റെ ചുമതലകൾ KPCC ഭാരവാഹികൾക്ക് കൊടുത്തു, AICCയിൽ നിന്ന് നിരീക്ഷകരെ വെച്ചു, AICC സെക്രട്ടറിമാർ 4-5 പേര് കേരളത്തിൽ ക്യാമ്പ് ചെയ്തു. നല്ല ടീം വർക്ക് നടത്തി. കാർക്കശ്യത്തെക്കാൾ ഉപരി സമന്വയത്തിൻ്റെയും സമഭാവനയുടെയും ഒരു മനോഭാവമാണ് ഞങ്ങളെല്ലാവരും സ്വീകരിച്ചത്. ഈ സ്വാഭാവികമായും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ കാത്തിരിക്കുന്ന സത്യപ്രതിജ്ഞാ ദിവസമാണ്. വലിയ കളർഫുള്ളായ അല്ലെങ്കിൽ വലിയ ആഘോഷത്തോടെയുള്ള ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങാണോ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം ആലോചിക്കുന്നത്? അത് ആലോചിച്ചിട്ടില്ല. അത് കോൺഗ്രസ് മാത്രമല്ല, UDFും കൂടെ ആലോചിക്കണം. എൻ്റെ അഭിപ്രായത്തിൽ വളരെ ലളിതമായൊരു സത്യപ്രതിജ്ഞയെ വേണ്ടുന്നതാണ് എൻ്റെ അഭിപ്രായം, എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അതെല്ലാവരുമായിട്ട് ആലോചിക്കട്ടെ. കാരണം ഇത് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുള്ള ഒരു അവസരമാണ്. വിജയാഹ്ലാദങ്ങളൊക്കെ അതാത് സ്ഥലങ്ങളിലൊക്കെ നടന്നു കഴിഞ്ഞു. ഇനി പെട്ടെന്ന് കാര്യങ്ങളിലേക്ക്, ചുമതലകൾ നിർവഹിക്കുന്നതിലേക്ക് എത്തുക, അതിന് വലിയ ഒരു ആരവത്തിനേക്കാൾ ഉപരി ലാളിത്യമാണ് ഇതിൻ്റെ ആവശ്യം എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള പോയിന്റ്. എല്ലാവരുമായിട്ട് ചർച്ച ചെയ്യണം. മാധ്യമപ്രവർത്തകരടക്കം എല്ലാവരുടെ ഒരു ആകാംക്ഷ സ്വാഭാവികമായും ആരാകും മുഖ്യമന്ത്രി എന്നുള്ളത്. അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലെന്തൊക്കെയാണ് അപ്ഡേഷൻ ഉള്ളത്? ഇപ്പം നമ്മളിപ്പോൾ ഇന്നലെ വന്ന് ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധികൾ ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് എല്ലാവരോടും
ആശയവിനിമയം നടത്തി. യോഗം ചേർന്നു, MLA എല്ലാവരും പങ്കെടുത്തു. ആ യോഗത്തിൽ ഞങ്ങളൊരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ഞാൻ അവതരിപ്പിക്കുകയും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പിന്താങ്ങുകയും ചെയ്ത പ്രമേയം AICCയെ ചുമതലപ്പെടുത്തിക്കൊണ്ടാണ്. എന്നാൽ AICCയെ ചുമതലപ്പെടുത്തുമ്പോൾ അവർക്ക് ആ തീരുമാനം എടുക്കാനുള്ള വൈസായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ, ഫെയർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്ന തരത്തിൽ MLA ഒപ്പീനിയൻ, MP ഒപ്പീനിയൻ, മുതിർന്ന നേതാക്കന്മാരുടെ ഒപ്പീനിയൻ, ഘടകകക്ഷികളുടെ ഒപ്പീനിയൻ എല്ലാവരും ആരാഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകും. അതെല്ലാവരും അംഗീകരിക്കണം. എല്ലാവർക്കും അത് ആഗ്രഹിക്കുന്ന 2-3 പേരുകളിപ്പോൾ വന്നിട്ടുണ്ടല്ലോ, അത് ഞങ്ങൾ നിഷേധിക്കുന്നില്ല. 2-3 പേരുകൾ MLA പറഞ്ഞിട്ടുണ്ട്, അവരാവശ്യം ഉന്നയിക്കുന്നവരുണ്ട്, മറ്റു നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. അവരിലൊരു പേരിലേക്ക് എത്താൻ സമന്വയത്തിൻ്റെ മാർഗമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. AICC അതിന് പരിശ്രമിക്കും, രാഹുൽജിയും ഖാർഗെജിയും അതിൽ ഇടപെടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒറ്റ പേരിലേക്ക് എത്തുമ്പോൾ എല്ലാവരും അത് സ്വീകരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് എന്നത്തേക്കിന് ആ തീരുമാനത്തിലേക്ക് എത്തുമെന്നുള്ള ഡേറ്റ് ഞാൻ പറയുന്നില്ല, കാരണം അത് AICCയുടെ പക്കലാണ്. അവർ വേറെയും ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റേതായ സമയമെടുത്ത്, എന്നാൽ അതിനായിട്ട് വൈകാനല്ല, എത്ര നേരത്തെ തീർക്കാനുള്ള ആലോചനയായിരിക്കും നടത്തുക. എല്ലാം സംഘടനാ തലത്തിൽ നല്ല ചിട്ടയോടെ മുന്നോട്ട് പോകുന്നു. ചില അപശബ്ദങ്ങൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അത് ഫ്ലെക്സ് യുദ്ധത്തിന്റെ പേരിൽ തെരുവിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അത് നേതൃത്വം കൃത്യമായി നിരീക്ഷിച്ച കാര്യത്തിൽ തുടർന്ന് സ്വീകരിക്കും. ഞങ്ങൾ ആവശ്യപ്പെട്ടു പലവട്ടം. ഞാനും ഇവിടെ ചാർജുള്ള ദീപാദാസ് മുൻഷിജിയും പലവട്ടം ആവശ്യപ്പെട്ടു. വിവാദ സ്റ്റേറ്റ്മെൻറ്റുകളും സോഷ്യൽ മീഡിയ ആണെങ്കിലും മാധ്യമങ്ങളാണെങ്കിലും പ്രകടനം, ഫ്ലെക്സ് ഇതൊക്കെ ഒഴിവാക്കണമെന്ന് പറഞ്ഞു. അത് ബന്ധപ്പെട്ട നേതാക്കന്മാരും ശ്രദ്ധിക്കണം, അണികളും ശ്രദ്ധിക്കണം. ആരാ മുഖ്യ ശത്രു രാഷ്ട്രീയത്തിൽ? ഞങ്ങൾ ആരെങ്കിലും ഒരു നേതാവിന് എതിരായിട്ട് പറയുകയോ അനുകൂലമായിട്ട് വാദിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. അപ്പോൾ അത് എല്ലാവരും അവരവരുടേതായ രൂപത്തിലുള്ള അതിൻ്റെ സംയമനം പാലിക്കാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. ഇക്കാലമായിരിക്കാം മുന്നണിക്കുള്ളിൽ കൃത്യമായി കെട്ടുറപ്പോടുകൂടി എല്ലാ പാർട്ടികളെയും ഒരേപോലെ അവരെ കേട്ട് അവരെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോയത് ഒരു പ്രധാനപ്പെട്ട സമയമാണ് ഈ കഴിഞ്ഞു പോകുന്നത്. അവിടെ ഈ കഴിഞ്ഞ ദിവസം ഈ മാത്യു കുഴൽനാടൻ മുസ്ലിം ലീഗിനെതിരെ നടത്തിയൊരു പരാമർശം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അത് മുന്നണിക്കുള്ളിൽ ചില തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ വഴിയൊരുക്കില്ലേ? ഇല്ല, അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിപര പരാമർശത്തിൻ്റെ കാര്യം ഞാൻ പരിശോധിച്ചിട്ടില്ല. മുന്നണിക്കകത്ത് ഇപ്പോൾ ഒരു കാലത്ത് മാത്രമല്ല, എല്ലാ കാലത്തും ഐക്യമുന്നണി ഭദ്രമാണ്. അതാണല്ലോ ഐക്യമുന്നണി എന്ന് പറയുന്നത് തന്നെ. എന്നാൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ സ്വാഭാവികമായിട്ടുണ്ടാവും. ചില നേതാക്കന്മാരുടെ സ്റ്റേറ്റ്മെൻറ്റുകളോ കാര്യങ്ങളോ അതൊന്നും വലിയ വിവാദമാക്കില്ല, പരസ്പരം ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനിയുള്ള നേതൃത്വത്തിൻ്റെ മുന്നോട്ട് പോക്കടക്കമുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വാഭാവികമായും പ്രതിപക്ഷത്തേക്ക് കുറേയേറെ വർഷങ്ങൾക്ക് ശേഷം LDF എത്തുകയാണ്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? അവരത് ജനങ്ങളുടെ ആവശ്യങ്ങളിൽ ഗവൺമെൻറ്റുമായിട്ട് സഹകരിക്കണം. ഒരു ക്രിയാത്മക പ്രതിപക്ഷമായ അക്രമത്തിലേക്ക് പോകാതെ, കഴിഞ്ഞ അനുഭവങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. നിയമസഭയ്ക്കകത്തും പുറത്തും ക്രിയാത്മക പ്രതിപക്ഷമായിട്ട് നിൽക്കുന്നതാണ് അവർക്കും നാടിനും നല്ലത്. മറ്റൊരു പാർട്ടിയിലെ കാര്യങ്ങൾ താങ്കളോട് ചോദിക്കുന്നത് ശരിയല്ല, പക്ഷേ എങ്കിൽ കൂടി ജനാധിപത്യ സംവിധാനത്തിൽ ഇപ്പോൾ അപ്പുറത്ത് CPM-ൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആകട്ടെ എന്നുള്ള കാര്യമാണ് പലതരത്തിൽ അഭിപ്രായം ഉയരുന്നുണ്ട്. അത് ഞങ്ങളെല്ലാവരും തീരുമാനിക്കേണ്ടത്, ഞാനതിൽ അഭിപ്രായം പറയുന്നേയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.